കണ്ണൂരിൽ കോൺഗ്രസ് സമരസംഗമത്തിനിടെ ഉണ്ടായ കെ സുധാകരൻ അനുകൂല മുദ്രാവാക്യവും ബോർഡ് സ്ഥാപിക്കലും പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയതായി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സമരസംഗമത്തിന്റെ ശോഭ കെടുത്തുന്നതായി കെ സുധാകരൻ അനുകൂലികളുടെ നടപടിയെന്നാണ് കെപിസിസിയുടെയും വിലയിരുത്തൽ. ബൂത്തുതല ഭാരവാഹിത്വത്തിൽ ഉള്ളവർ പോലും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് ഡിസിസി കെപിസിസി നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. കണ്ണൂരിൽ കോൺഗ്രസിന്റെ നേതൃസംഗമത്തിനിടെ നേതാക്കൾ എത്തുമ്പോൾ ചേരിതിരിഞ്ഞ് കെ സുധാകരന് അനുകൂലമായി മുദ്രാവാക്യം മുഴക്കിയ സംഭവം ഗൗരവത്തോടെയാണ് കെപിസിസി കാണുന്നത്. സംഭവത്തിൽ ഡിസിസിയോട് വിശദീകരണം തേടാനും കെപിസിസി തീരുമാനിച്ചിട്ടുണ്ട്. ഡിസിസിക്കും ഈ സംഭവത്തിൽ കടുത്ത അതൃപ്തിയാണ്. കണ്ണൂരിൽ കെ സുധാകരന് അനുകൂലമായി മുദ്രാവാക്യം വിളി ഉയരുന്നതിൽ അത്ഭുതമില്ലെങ്കിലും സമരസംഗമ വേദിയിലേക്ക് നേതാക്കൾ കടന്നുവരുന്നതിനിടെ ഉണ്ടായ മുദ്രാവാക്യം പാർട്ടിക്കുണ്ടാക്കിയത് കനത്ത ക്ഷീണം. നേതാക്കളുടെ വാഹനം തടഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന സമീപനം വെച്ചുപൊറിപ്പിക്കാനാവില്ലെന്നാണ് കെപിസിസിയുടെയും നിലപാട്. സംഭവത്തെക്കുറിച്ച് ഡിസിസി കെപിസിസിക്ക് പ്രാഥമികമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പാർട്ടി ഭാരവാഹിത്വത്തിലുള്ള ആരും മുദ്രാവാക്യം വിളിക്കാനോ ബോർഡ് സ്ഥാപിക്കാനോ ഉണ്ടായിരുന്നില്ലെന്നാണ് ഡിസിസി കെപിസിസിയെ അറിയിച്ചത്. NGO അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലും ബോർഡ് സ്ഥാപിച്ചിരുന്നു. ഇതിൽ പിന്നീട് കണ്ണൂർ ജില്ലാ കമ്മിറ്റി എന്ന ഭാഗം മറക്കുകയും ചെയ്തു. ഈ ബോർഡിനെക്കുറിച്ച് NGO അസോസിയേഷനോടും ഡിസിസി വിശദീകരണം ചോദിച്ചതായാണ് അറിയുന്നത്. ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ബോർഡ് സ്ഥാപിച്ചതിനെക്കുറിച്ച് NGO അസോസിയേഷനും അന്വേഷിക്കുന്നുണ്ട്. കെ സുധാകരൻ എംപിക്ക് അനുകൂലമായ മുദ്രാവാക്യമായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിനോ മുദ്രാവാക്യത്തെ തള്ളാനോ നേതാക്കളാരും മുന്നോട്ട് വന്നിട്ടില്ല. മുദ്രാവാക്യം വിളിയിൽ തെറ്റില്ലെന്നായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ പ്രതികരണം. എത്രയോ വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനം കെ സുധാകരൻ നടത്തിയ ജില്ലയാണ് ഈ ജില്ല. അദ്ദേഹത്തിന് ഒരുപാട് അനുയായികളുള്ള ജില്ലയാണ് കണ്ണൂർ. എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അനുകൂലമായിട്ടൊരു ബോർഡ് വെച്ചാൽ എന്താ തെറ്റ്? പുറമേ തെറ്റില്ല എന്ന് നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും കടുത്ത നീരസം ഈ വിഷയത്തിൽ പാർട്ടിയിലുണ്ട്. കെ സുധാകരൻ എംപിയുടെ ഫോട്ടോ പോസ്റ്ററിൽ നിന്ന് ഒഴിവാക്കിയതാണ് KS അനുകൂലികളെ ചൊടിപ്പിച്ചത്. കറുത്ത വസ്ത്രമണിഞ്ഞ് സമരസംഗമത്തിൽ കടുത്ത പ്രതിഷേധമുയർത്താൻ KS അനുകൂലികൾ നീക്കം നടത്തിയിരുന്നു. പിന്നീട് പ്രധാന നേതാക്കൾ തന്നെ ഇടപെട്ടാണ് അത്തരം പ്രതിഷേധം ഒഴിവാക്കിയത്. കണ്ണൂരിൽ കെ സുധാകരനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സംഘടനാ പ്രവർത്തനം കോൺഗ്രസിന് ചിന്തിക്കാൻ പോലും കഴിയില്ല. ആ സാഹചര്യത്തിൽ ചേരിതിരിഞ്ഞ് ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് സംഘടനയ്ക്ക് വലിയ ദോഷം ചെയ്യുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.